അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു യാത്രാ സീരീസ് ആരംഭിക്കുകയാണ്. കർണാടകയിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിനി യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുതിയ സീരീസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടിലാണ്. ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ ഒരു കർണാടക സീരീസ് ഗുണ്ടൽപേട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്ത് ഒരു റൂം എടുത്തു. അതിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പം കുഴപ്പമില്ലാത്ത റൂമാണ്. 600 രൂപയാണ് റെൻറ്റ്. 600 രൂപയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞാനിങ്ങനെ തനിച്ച് യാത്ര ചെയ്യുമ്പം ബഡ്ജറ്റായിട്ടുള്ള റൂംസാണ് എടുക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കർണാടക സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ ചെയ്ത പോലെ തന്നെ ഗ്രാമങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഗ്രാമീണ ജീവിതവും അവിടുത്തെ സംസ്കാരമൊക്കെ അടുത്തറിയണം. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കർണാടക സീരീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം. ഗുണ്ടൽപേട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മൈസൂർ റൂട്ടിലാണ് കേട്ടോ. ശിവപ്രസാദ് ലോഡ്ജ്. അപ്പോൾ തമിഴ്നാട്ടിലെ പോലെ തന്നെ കർണാടകയിലും നല്ല വെയിലും ചൂടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിരാവിലെ 5 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ എത്തിയതാണ്. നാട്ടിൽ നിന്ന് KSRTC ബസ്സിനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് 6 മണിക്കാണ് നമുക്ക് ഗുണ്ടൽപേട്ടിലേക്കുള്ള ബസ് കിട്ടിയത് കേട്ടോ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ഷട്ടിൽ സർവീസ് നടത്തുന്ന ലോക്കൽ ബസ്സാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. അറിയാലോ, മുത്തങ്ങ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയൊക്കെയാണ് പോരുന്നത്. പക്ഷേ നല്ല കോടയായിരുന്നു രാവിലെ. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും, അതായത് അനിമൽസിനെയൊന്നും അങ്ങനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 56 കിലോമീറ്ററാണ് ഗുണ്ടൽപേട്ടിലേക്കുള്ള ദൂരം. എപ്പോഴും തന്നെ നമുക്ക് ബസ് ഇങ്ങോട്ടേക്ക് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക 7:30 കൂടി എത്തി. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ 9 മണി ആയപ്പോഴാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ഗുണ്ടൽപേട്ടിൽ ഇവിടുത്തെ ഈ ടൗണിലെ കാഴ്ചകളൊക്കെ കാണണം. ഈ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്നത് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽ വരുന്ന ഒരു ചെറിയൊരു പട്ടണമാണ്. ഇവിടുത്തെ ഒരു ഏറെ ശ്രദ്ധേയം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിയിടങ്ങളാണ്. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഞാൻ ബസ്സിലിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം. പിന്നെ നാളെ മാക്സിമം വില്ലേജ്, അതായത് ഇവിടെ ഔട്ട്സ്കേർട്സിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. ഔട്ടർ വില്ലേജ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അതൊക്കെയാണ് ഈ ഒരു യാത്രയുടെ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്നൊരു ദിവസം മാത്രമാണ് സ്റ്റേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര വീണ്ടും ഉടനെ തന്നെ ആരംഭിക്കും. അതൊക്കെയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. ഹോട്ടൽ ഉദയം ഭവൻ വെജ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഡ്ഡലി, വട, പൂരി, മസാല ദോശ, നെയ് റോസ്റ്റ്, റൈസ് ബാത്ത്, അങ്ങനെ കർണാടകയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഞാൻ എന്തായാലും മസാല ദോശയാണ് പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ മസാല ദോശ ഉണ്ടോ, ഇത് ഇതുപോലെയാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ, നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഏകദേശം സെയിം ആണെന്ന് തന്നെ പറയാം. പക്ഷേ കർണാടകയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ദോശയ്ക്ക് നല്ല കട്ടി കൂടുതലാണ്, പിന്നെ നല്ല ക്രിസ്പിയാണ് അല്ലേ, നല്ല ക്രിസ്പിയാണ്. അതുപോലെ മസാല വെച്ചേക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് അവർ മസാല എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കും. പിന്നെ ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്. ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. ഇത് ശർക്കര ഉരുക്കി ചേർക്കുന്നുണ്ട്. പിന്നെ ചട്നി എന്ന് പറഞ്ഞാൽ ഇത് കടല ചട്നിയാണ്. ഇതാണ് കോമ്പിനേഷനായിട്ട് വരുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പം സ്ഥിരം കഴിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മൾ സ്ഥിരം കിട്ടുന്നല്ലോ ഈ ഒരു മസാല ദോശ. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സാമ്പാറിന് ഒരു മധുരമുണ്ട്. പക്ഷേ ഇവർ ചോറിൻ്റെ കൂടെ തരുന്ന സാമ്പാർ ഇതല്ല. ഇത് ഈ ദോശയ്ക്ക് ഇഡ്ഡലിക്കുമാണ് മെയിനായിട്ട് ഈ സാമ്പാർ അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ സ്പൈസിയാണ്. കാരണം അത് മുളക് അരച്ച് ചേർത്തേക്കുന്നതാണ്. പിന്നെ ഈ മസാലയ്ക്കൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഇത് ഒരുമിച്ച് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അതായത് ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പറയാനുള്ളതല്ലേ, നല്ല ക്രിസ്പി. ചില ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിലും ക്രിസ്പി ആയിരിക്കും. ആ ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ ഒടിക്കുമ്പോൾ. ഈ സാമ്പാർ ഇങ്ങനെ എടുത്ത് വെറുതെ കുടിക്കാൻ തോന്നും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ ഒരു മധുരം ഉള്ളതുകൊണ്ട്. വെറുതെ മധുരം മാത്രമല്ല, അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറുണ്ട് മസാലയുടെ എല്ലാം കൂടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങി അടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോയുടെയൊക്കെ ഒരു ഷേപ്പ് നോക്കി, അതിൻ്റെ ഒരു പടുതൊക്കെ ചെയ്തേക്കുന്നുണ്ടോ, ഇങ്ങനെ കർവായിട്ട്. ഓട്ടോയുടെ ബോഡി കിട്ടുന്നതൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ടായി. നമ്മുടെ കേരളത്തിലെ തമിഴ്നാട്ടിലേക്ക് പോലെയല്ല. കർണാടകയിലെ ഓട്ടോറിക്ഷ അത് കണ്ടില്ല, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കണ്ടോ. അപ്പോൾ ഇതാണ് ഗുണ്ടൽപേട്ടിലെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ്, കർണാടക RTCയുടെ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നൊക്കെ മൈസൂർ ഭാഗത്തേക്ക് എപ്പോഴും തന്നെ ബസ് ഉണ്ടായി. മൈസൂരിലും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വയനാട് ഭാഗത്തേക്ക് സുൽത്താൻ ബത്തേരി, കോഴിക്കോട് സർവീസ് നടത്തുന്ന ഒരു ബസ് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഇവിടെ വന്നാണ് ഇറങ്ങിയത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ആ കിടക്കുന്ന ബസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൈസൂരിലേക്ക് പോകുന്നതാണ്. അത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. പിന്നെ നോർമൽ ബസ്സും ഉണ്ട്.
എപ്പോഴും തന്നെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടുന്ന് 60 കിലോമീറ്ററാണ് മൈസൂറിലേക്കുള്ള ദൂരം. അത് കണ്ടില്ലേ, തമിഴ്നാട്ടിലെ പോലെ തന്നെ കർണാടകയിലും ഷെയർ ഓട്ടോ ഉണ്ട് കേട്ടോ. ആ ഓട്ടോയിൽ എത്ര പേരാണ് നോക്കിയാൽ വന്നിറങ്ങിയത്. വീണ്ടും ആളുകളൊക്കെ കയറുന്നുണ്ട്. നമ്മുടെ നാട്ടിലിങ്ങനെ ഓടാൻ സമ്മതിക്കുമല്ലേ? MVD അപ്പം പിടിച്ച് ഫൈനടിച്ച് തരും. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സീറ്റൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് അങ്ങനെയാണ് സർവീസ് നടത്തുന്നത് കേട്ടോ. ഇവിടെ വലിയൊരു ആൽമരം, ആൽമരത്തിൻ്റെ ഇല കണ്ടില്ലേ? ഇല ഇങ്ങനെ തളിരിലകളാണേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൽമരത്തിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ ഒരു തറ കെട്ടിയിട്ട് ഇവിടെ കുറേ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. പ്രധാനമായിട്ടും ഹനുമാൻ സ്വാമിയുടെ, പിന്നെ അയ്യപ്പസ്വാമിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ഗണപതി, സരസ്വതി ദേവി, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ ഓരോ ഗ്രാമങ്ങളുടെ പേരാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല, പറയാൻ കുറച്ചൊക്കെ അറിയാം, അത്രേ ഉള്ളൂ കേട്ടോ. തമിഴ് പിന്നെ ഒരു വിധത്തിലൊക്കെ തമിഴ്നാട്ടിലൂടെ കറങ്ങി നടന്ന് ഏകദേശമൊക്കെ പഠിച്ചെന്ന് തന്നെ പറയാം. ഇനി കന്നഡയും പഠിക്കണം, കാരണം നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്, ആൾക്കാരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനും. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതാണ്. അതായത് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത്, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമ്മളിങ്ങനെ വെറുതെ വന്ന സ്ഥലങ്ങൾ കണ്ട് പോകുന്നേക്കാളൊക്കെ ഉപരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ മുള കൊണ്ട് ഏണി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, അത് വിൽക്കുന്നതാണേ. ಎಷ್ಟು ಇದು 750. ആ സ്റ്റാർട്ടിങ്. അതിൻ്റെ ഹൈറ്റ് അനുസരിച്ചാണ് 750 രൂപ ഈ ഏണി. നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? മുളയുടെ കമ്പ് വെച്ചിട്ട് നല്ല കെട്ടി നല്ല ബലത്തിൽ ചെയ്തേക്കുന്നതാണ്. ആ ദೊಡ್ಡ ಎಷ್ಟು ಆಗಿದೆ? 16 ഫീറ്റ്. ആ പ്രൈസ് 2400. ഓക്കെ. ആ വേണ്ട, നല്ല ഹൈറ്റ് ഉണ്ട്. ಯಾರು ಮಾಡಿದಾರು ಇದು? ಇದು ಮೈಸೂರಿಂದ റെഡിമെയ്ഡാ? ഓക്കെ. ഇത് മൈസൂറിൽ നിന്ന് കൊണ്ടിരുന്നതാണ്, ഉണ്ടാക്കി ഇവിടെ കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ വിൽക്കാനായിട്ട് വഴിയോരത്ത് ഇങ്ങനെ വെച്ച് വിൽക്കുന്നതാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഈ പാനിപൂരി വിൽക്കുന്ന ഉന്തുവണ്ടി കടകളാണ്. ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതൊക്കെ ആക്റ്റീവ് ആവും കേട്ടോ. അത് കേട്ടോ, വനസംഗീതം, ചീവീടുകളുടെ ബഹളമയമാണേ. നമ്മൾ വനത്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉള്ള അതേ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ചെമ്മരിയാടുകളൊക്കെ വെറുതെ റോട്ടിൽ കൂടെ വിട്ടേക്കുവാണോ? ആട്ടിടയന്മാരെയൊന്നും കാണുന്നില്ലല്ലോ, നിറയെ രോമങ്ങളൊക്കെ ആയിട്ട് ശരീരത്ത്. അവരങ്ങനെ നിന്നതേ വഴിയിൽ നിന്നൊക്കെ കുറേശ്ശെ പുല്ലൊക്കെ നോക്കി കടിച്ച് പറിച്ച് തിന്നുന്നുണ്ടേ. പുല്ലിനൊക്കെ ഇവിടെ ക്ഷാമമാണോ? എന്താണ് ഇവർ റോട്ടിൽ കൂടെ നടക്കണേ? അതിനെ മേയ്ക്കാനായിട്ട് ഒരു ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. 3-4 പശുക്കളും ഉണ്ട്. മൈസൂരിൽ നിന്ന് വരുന്ന ബസ്സാണെന്ന് തോന്നുന്നു, കോഴിക്കോട്ടിലേക്ക് പോകണാണേ. ഇതൊക്കെ ഇവിടെ ഒരു കാഴ്ച നോക്കേ, എൻ്റെ പൊന്നോ, മരം കണ്ടില്ലേ? ഗുൽമോഹർ ട്രീ ആണേ. അതിലെ ഇലകളേക്കാൾ കൂടുതൽ പൂക്കളാണ്. എൻ്റെ പൊന്നോ, ഇതെന്നാ കാഴ്ച നോക്കി, പൂത്തുലഞ്ഞ് പൂക്കൾ കൊണ്ട് തണൽ വിരിച്ചേക്കുവാണ്. അപ്പോൾ ഈ മരം നിറയെ വലിയൊരു കൂട്ടം ചീവീടുകൾ ചേക്കേറിയിരിക്കുകയാണ്. അവരിങ്ങനെ ആർത്തുല്ലസിക്കുന്നതിൻ്റെ ഭീകരമായ ശബ്ദം കേൾക്കാം. ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാം, താങ്ക് യു, വിസിറ്റ് അഗൈൻ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ ഗുണ്ടൽപേട്ട്. ഇവിടുന്ന് 57 കിലോമീറ്ററാണ് മൈസൂർക്ക്, ബാംഗ്ലൂർക്ക് 198 കിലോമീറ്ററും. അപ്പോൾ നമ്മൾ ടൗണൊക്കെ വിട്ടു, നടന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കൂടെയൊക്കെ യാത്ര ചെയ്തപ്പം അവിടുത്തെ ഒരുപാട് ചന്തകളുടെയൊക്കെ വീഡിയോ ചെയ്തായിരുന്നല്ലോ. ഇതിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചന്തയാണ് APMC യാർഡ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്നാണ് APMCയുടെ ഫുൾ ഫോം കേട്ടോ. അപ്പോൾ കർണാടകയിൽ APMCയുടെ കുറേ യാർഡുകളുണ്ട്, അതായത് APMCയുടെ കുറേ ചന്തകളുണ്ട്. അപ്പോൾ ഈ APMC ചന്തകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രാദേശികരായിട്ടുള്ള കർഷകരില്ലേ, അപ്പോൾ ആ കർഷകർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരിലേക്ക് പോവാതെ അവർക്ക് ന്യായമായിട്ടുള്ളൊരു വില കിട്ടാനായിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഹോൾസെയിലായിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, വലിയൊരു യാർഡാണ്. ഇതിങ്ങനെ വലിയൊരു ഏരിയ തന്നെയുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗോഡൗൺ പോലെ അല്ലേ, ഇങ്ങനെ പച്ചക്കറികളൊക്കെ ചാക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നിര മാത്രമല്ല, ഉള്ളിലേക്കൊക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടുന്ന് വിൽക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പച്ചക്കറികളെല്ലാ കൂട്ടം തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പച്ചക്കറി എല്ലാം ഉണ്ടോ? ഇവിടെ തക്കാളിയാണ് മെയിനായിട്ടും ഈ ചന്ത വഴി മാർക്കറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാ പച്ചക്കറി എല്ലാം ഉണ്ടല്ലേ? വിലയൊക്കെ എങ്ങനെയാണ്? വില
കിലോ 14. ആ 14 രൂപയ്ക്ക്. അത് എല്ലാ ദിവസവും ഇങ്ങനെ വില ചേഞ്ച് ആവില്ലേ? എല്ലാം ചേഞ്ച് ആവും, ഡെയിലി ചേഞ്ച് ആവും. മിനിമം 14 ഇന്നത്തെ റേറ്റ്? ഇന്നത്തെ റേറ്റ് 14 അല്ലേ? ഓക്കെ. ഇന്നത്തെ റേറ്റ് ഒക്കെ എല്ലാത്തിൻ്റെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഗുണ്ടൽപേട്ട് താലൂക്കിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതായത് ഈ ഒരു ചുറ്റുവട്ടത്ത് കൃഷി ചെയ്യുന്ന ഗുണ്ടൽപേട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടല്ലേ തക്കാളികളൊക്കെ പെട്ടിക്കകത്താക്കി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഒരു ബോക്സ് 27 കിലോയാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടി നോക്കുക, 14 രൂപ വെച്ചിട്ട് 27 കിലോയ്ക്ക് എത്ര രൂപയാവുന്നത്. ഇന്നത്തെ റേറ്റാണ് കേട്ടോ. നാളെ ആകുമ്പോഴത്തേക്കും ചിലപ്പം റേറ്റ് വ്യത്യാസം വരും. ഇത് കണ്ടില്ല, ഇവിടെ അമരപ്പയർ ഇങ്ങനെ തരം തിരിക്കുന്നുണ്ടോ? അമര. അമര. അമര ചെപ്പ അമര. കിലോ ಎಷ್ಟು ഇത്? കിലോ 40 രൂപ. അതുപോലെ എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. അത് കണ്ടില്ലേ, ക്യാപ്സിക്കം ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഈ ഒരു ചന്ത വഴി വിപണനം ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാബേജിൻ്റെ ഒക്കെ റേറ്റ് അറിയണോ? ഈ ഒരു ചാക്കെന്ന് പറയുമ്പോഴത്തേനും ഇത് 55 to 60 കിലോ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 5 രൂപയാണ്. 5 to 6 വരും. അതായത് ഇച്ചിരി ബെറ്റർ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ 6 രൂപ, മാക്സിമം 6 രൂപയാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഇവിടെ ഒന്നും ചെയ്യുന്നതല്ല, ക്യാരറ്റ് പുറത്തുനിന്ന് കൊണ്ടിരുന്നതാണ്. ക്യാരറ്റ് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, കാലാവസ്ഥ, ആ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ അല്ലേ ക്യാരറ്റ് ഉണ്ടാവുള്ളൂ. ഊട്ടി പോലെയുള്ള സ്ഥലങ്ങൾ, ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മെയിനായിട്ടും ക്യാരറ്റ് ഉണ്ടാകുന്നത്. ബാക്കി ഇവിടെ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറികളും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗുണ്ടൽപേട്ടും ഈ ഒരു പരിസര പ്രദേശങ്ങളിൽ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കത് മുളക് ഉണ്ടോ, വലിയ ചാക്കുകളിലാക്കി അടുക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ നമുക്ക് ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഇതുകൊണ്ടല്ലേ ക്യാബേജിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് പർപ്പിൾ കളർ. ഇത് കണ്ടില്ലേ, പർപ്പിൾ കളറിലുള്ള ക്യാബേജും ഉണ്ട്. ഈ പർപ്പിൾ കളറുള്ള ക്യാബേജിന് വില വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് 7 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല ഫ്രഷ് ബീട്രൂട്ട് കണ്ടോ, ഇപ്പം പറിച്ച് കഴുകി കൊണ്ടുവന്നേക്കുന്നതാണേ. എന്താ കിലോ ಎಷ್ಟು? 21 19 അല്ലേ? 21 19 ആ റേഞ്ചിലാണ് ഇന്നത്തെ റേറ്റ്. അപ്പോൾ ചെറിയൊരു യാത്ര പോവുകയാണ്. ബ്രോയുടെ പേര് സോമു എന്നാണേ. ടൗണിലൊക്കെ നല്ല തിരക്കാണ്. ഇത് നോക്കി, മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. ഇവിടുന്ന് 68 കിലോമീറ്ററാണ് ഊട്ടിക്ക്. മഴ കമ്മിയാണ് അല്ലേ? ഇവിടെ മഴ ഏത് മാസമാണ്? ഈ മാസം വരുമോ? ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബീട്രൂട്ട് പറിച്ചു കൊണ്ട് വന്നിട്ട് ക്ലീൻ ചെയ്ത് ഇവിടുന്നാണ് ചാക്കിലാക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു ചന്തയിലെ ബീട്രൂട്ട് കണ്ടില്ലേ, അത് ഈ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. കൃഷിയല്ല ഇവിടെ, കൃഷി ഇവിടെ ഇത് കുറച്ച് ദൂരത്താണ്. അവിടെ ഒരു ഹള്ളിയിലാണ് ഇത് കൃഷി എടുത്ത് നിന്ന് പറിച്ച് ചെയ്യുന്നതിനും ഇതിൽ ചെളി ഇരിക്കുമായിരിക്കുമല്ലോ. ആ ചെളിയെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്ത് അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ചാക്കിലാക്കിയിട്ടാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്ന ജോലിക്കാരാണ് ഇരിക്കുന്നത് കേട്ടോ. അവർ ഫുഡ് കഴിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ചാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുളം പോലെ ഉണ്ടാക്കിയേക്കുവാണ് കണ്ടില്ലേ. എന്നിട്ട് ഇത് പറിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇത് ചെളി ഉണ്ടായിരിക്കും, ആ ചെളിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് കണ്ടില്ലേ. ഓ ഇവിടെ കണ്ടില്ലേ, ഈ ചാക്കിലൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഇവർ ക്ലീൻ ചെയ്ത് ലോഡ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതുകൊണ്ട് ഇങ്ങനെയുള്ള കുളങ്ങൾ കുത്തിയേക്കുന്നത് നോക്കി. ഇതിലിപ്പോൾ വെള്ളമില്ല, അത് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഓ ഇങ്ങനെയാണ് കണ്ടല്ലേ. ആ കുളം നിറയെ വെള്ളം നിറച്ചേക്കുവാണ്. ഇവിടെ കഴുകി നന്നായിട്ട് വാഷ് ചെയ്യും ഇവര്. അണ്ണാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഉള്ളേ. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ആഴമുണ്ടോ? അടിപൊളി. മൊത്തം ബീട്രൂട്ടിലാണ് ചവിട്ടി നിൽക്കുന്നത് കേട്ടോ. നമുക്കും കൂടാം. ഇതിങ്ങനെ ഇങ്ങോട്ട് കുറേ കാണിക്കുമ്പോൾ തന്നെ ഈ ചെളി മൊത്തം പോവും. കണ്ടോ മുട്ടിനൊപ്പം പോലും വെള്ളമില്ല.
ഹായ്, നല്ലൊരു ആശ്വാസം ഈ തണുപ്പടിച്ച് കഴിയുമ്പോഴത്തേനും. ഞാൻ ചെയ്ത് ക്ലീൻ ആവുന്നുണ്ടെന്നറിയില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ പിന്നിൽ എന്തോരം കാര്യങ്ങളുണ്ട്. ഇത് കൃഷി ചെയ്യണം, അവിടുന്ന് പറിച്ചുകൊണ്ട് വരണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ എന്തോരം പ്രോസസ്സ് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കടകളിലേക്ക് എത്തുന്നത്. അടിപൊളി, നല്ല ഫ്രഷ് ബീട്രൂട്ട്. ഓ, ഇതിങ്ങനെ സൂചി വെച്ചിങ്ങനെ തയ്ച്ചാണ് എടുക്കുന്നത്. അവിടുന്ന് കഴുകി ക്ലീൻ ചെയ്ത് അത് വെള്ളമൊക്കെ വാർന്നു കഴിയുമ്പം ചാക്കിലാക്കിയത് പിക്കപ്പിലേക്ക് വരുന്നു. ഇത് നേരെ ചന്തയിലേക്ക് എത്തും. എത്ര പേരുടെ പ്രയത്നം അല്ലേ. ഈ നീര് എല്ലിൻ്റെ ബർത്തത്. ആ, ഓക്കെ 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 ഓക്കെ. ആ, എനിക്ക് ഈ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ബോർവെൽ അടിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ ബോർവെല്ലിൽ നിന്ന് പമ്പ് ചെയ്ത് ഈ വലിയ പടുതാക്കുളത്തിലേക്ക് നിറയും കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നാണ് ആ ചെറിയ കുളങ്ങളിലേക്ക് വെള്ളം എടുക്കുന്നത്. നോക്കി, ഇത് ക്ലീൻ വെള്ളമാണ്. നോക്കി, കൊള്ളാമല്ലേ, വെറൈറ്റി കാഴ്ചയായി പോയി. ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ച. ഇത് കണ്ടോ, ആ പിക്കപ്പിൽ ബീട്രൂട്ട് കൊണ്ടുവന്നിട്ട് ഈ കുളത്തിലേക്ക് ഇറക്കാൻ പോകാണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളമില്ല. ഇറക്കിയ ശേഷം അവിടെ ആ ടാപ്പ് ഓൺ ചെയ്ത് വിടും കണ്ടോ. അവിടുത്തെ ഓസ് അടയ്ക്കുവാണ് അതിൻ്റെ അകത്തോടെ വെള്ളം പുറത്ത് പോകാതിരിക്കാനായിട്ട്. കണ്ടോ, വെള്ളം തുറന്നു വിട്ടെ. ഓ, തണുത്ത വെള്ളം. എലിയോ ഇതേ ഒളകടെ. ആ ആ ആ ആ ഓക്കെ. അപ്പോൾ ഈ കഴുകിയതിന് ശേഷം ഈ വെള്ളം കൊണ്ടോ, ഈ കലങ്ങി വെള്ളം പോകണ്ടില്ലേ, അതങ്ങനെ ഒഴുകി അങ്ങ് പോവുകയാണ് ആ കൃഷിയിടങ്ങളിലേക്കൊക്കെ. ഡ്രെയിനേജിലേക്കാണ് പോകുന്നത്. ഇവർക്കിത് കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടെ? ആവില്ല. ആ ആ ആ അത് കൃഷിക്ക് ഉപയോഗിക്കില്ല കേട്ടോ. വെള്ളം ഡ്രെയിനേജിലേക്കാണ് പോകുന്നത്. കന്നഡയിൽ എന്നാ ഹെൽട്ടറോ ചക്കയ്ക്ക്? ഹലശീന ഹന്നു എന്നാണ് ചക്കയ്ക്ക് കന്നഡയിൽ പറഞ്ഞത്. ഈ ബീട്രൂട്ടൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ മധുര, മേട്ടുപ്പാളയം, അതുപോലെ തന്നെ മൈസൂറിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് മെയിനായിട്ട് ഈ ബീട്രൂട്ട് ഇവിടുന്ന് കയറി പോകുന്നത് കേട്ടോ. ഇത് അവിടെ ആ മാവിൽ നിന്ന മാങ്ങയാണ് കണ്ടോ. അത് പറിച്ചുകൊണ്ട് വന്ന് കണ്ടിച്ചത് ഉപ്പൊക്കെ ഇടിച്ചിട്ടുണ്ടേ. ഒട്ടും പുളിയില്ല കേട്ടോ, പുളിയില്ല. ഇവിടെ ഈ ബീട്രൂട്ട് വന്നിട്ട് എല്ലാ സീസണിലും, അതിങ്ങനെ മാസമൊന്നുമില്ല, എല്ലാ മാസത്തിലും അല്ലേ കൃഷി ചെയ്യും. പിന്നെ ഇവിടെ ഗുണ്ടൽപേട്ടിൽ ഈ പച്ചക്കറികൾ കൂടാതെ പൂക്കൃഷി വളരെ വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ജമന്തി പൂക്കളാണ്. ഓറഞ്ച് മഞ്ഞയും രണ്ട് ഇനങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ജമന്തി പൂക്കൾ കൃഷി ചെയ്യുന്നത് ഗുണ്ടൽപേട്ടിലാണ്. ഇപ്പോൾ സീസണല്ല, ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേനും അത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓണം ടൈമിലാണ് ഇവിടുന്ന് വിളവെടുക്കണേ. എൻ്റെ അമ്മ ആ ഒരു സമയത്ത് വരണം ഇവിടെ. ആ പാടം കാണാനായിട്ട് എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ. പിന്നെ സൂര്യകാന്തി പൂ അതിപ്പോഴും ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഒരു ടൈമിലുണ്ട്, നമുക്ക് കാണാം. നാളെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. സൂര്യകാന്തി പൂ ഇവിടെ വലിയ പാടങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇനി ബീട്രൂട്ട് വിളവെടുക്കുന്നത് കാണണ്ടേ. അത് കാണാനായിട്ട് ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ. കുറച്ചുള്ളിലേക്ക് കയറി പോന്നു. ഇവിടെ ബീട്രൂട്ട് നട്ടേക്കുന്നത് കാണാം. വിളവെടുക്കാറായിട്ടില്ല കേട്ടോ. അപ്പോൾ അതോടെ കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയത് അല്ലേ. ബീട്രൂട്ട് വിളവെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഒത്തിരി ഉള്ളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ കുറച്ച് ഏരിയയിൽ മാത്രം ബീട്രൂട്ട് കൃഷി ചെയ്തേക്കുന്നത് കാണാം. ഇതിപ്പോൾ ഇത് വിളവെടുക്കാറാവുന്നുള്ളെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയ്ക്കോടെയൊക്കെ ഒത്തിരി ഇങ്ങനെ പുല്ലും പള്ളൊക്കെ വളർന്ന് നിൽക്കുന്നു. നോക്കി, ഈ കാണുന്നതാണ് ബീട്രൂട്ട്. ഇടയുടെ ഒത്തിരി പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് വളരണമെന്നുണ്ടെങ്കിൽ ഇതിനൊത്തിരി വെള്ളം ആവശ്യമാണ്. ഇവിടെ പ്രധാനമായിട്ട് ഒരു ബോർവെല്ലിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നനയ്ക്കാനായിട്ട് സ്പ്രിങ്ക്ലർ സ്ഥാപിച്ചേക്കുന്നത് കാണാം. ആ ബീട്രൂട്ടിൻ്റെ ചെറിയ വിത്താണ് നടുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. ചിന്ന വിത്താ. ആ
അത് നല്ലതാക്കി. അതല്ലേ, ആ ആ, ചെറിയ വിത്താണ് നടുന്നതെന്ന്. ഇതിപ്പോൾ എவ்வளോ ടൈം ആകും ഇത്? ഒരു മാസമായി. ആ 3 മാസം അല്ലേ? വരും. ആ ആ ആ 3 മാസം അല്ലേ? ആ 90 days ആണ്. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, ഇത് ബോർവെല്ലിൽ നിന്ന് അടിച്ചിടുന്നതാണേ. ആ ഇവിടെ ഒരു പടുതാക്കുളം കാണാം. ഇല്ലില്ല, ഇറങ്ങുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ് പറഞ്ഞിട്ടില്ല, പടുതാക്കുളമാണ്. കുഴൽക്കിണറിൽ നിന്ന് അടിച്ചിട്ടേക്കുന്നതാണ്. ഇവിടെ വെള്ളത്തിന് വേറെ സോഴ്സൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഡാമുകളും കനാലുകളൊക്കെ ഉള്ളതല്ലേ. എനിക്ക് തന്നെ ഈ ഏരിയയിൽ, അതായത് ഈ ഗുണ്ടൽപേട്ടിൽ അങ്ങനെയൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവർ പ്രധാനമായിട്ട് ഈ ബോർവെല്ലിനെ ആശ്രയിക്കുന്നത് കേട്ടോ. ಹೆಸರು ನಾಗಣ್ಣ. ಆ ആ ട്രാക്ടർ പറഞ്ഞ കണ്ടപ്പം വെറുതെ ഒന്ന് ലിഫ്റ്റ് ചോദിച്ചതാണ്. അപ്പോൾ തന്നെ നിർത്തി. പിന്നെ അവിടുന്ന് വേറെ വണ്ടിയൊന്നും കിട്ടില്ല ഈ പുറത്തേക്ക് വന്നതുണ്ടെങ്കിൽ. നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് പോയായിരുന്നു. ഈ റോഡിനോട് ചേർന്നത് ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീടല്ല, 1-2 വീടുകളുണ്ട്. ഇവർ ഇങ്ങനെ അണ്ണൻ തമ്പി അങ്ങനെ കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. അതുപോലെ അതെ, അത് കാണുന്ന അത് വലിയൊരു കൃഷിയിടമാണേ. ഇത് പാൽക്കാരൻ. ആ ഇത് കണ്ടല്ലോ, ഇവിടെ പാല് കൊണ്ട് കൊടുക്കും, പാലെടുക്കാനായിട്ട് വന്നതാണ്. ഇവിടുന്ന് പാല് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കറന്ന് പാലായിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ കാണുന്നത് പശു തൊഴുത്താണേ. ഇതൊക്കെ അമ്മ പശുവും കുഞ്ഞിക്കിടാവിടെ നിൽക്കുന്നുണ്ടോ. ഞാനവിടെ എന്താണ് കൃഷി ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചെന്നതാണ്. അവിടെ നിലം മൊത്തം ഇങ്ങനെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കരിമ്പ് നിൽക്കുന്നുണ്ട്. അതുപോലെ ആ കാണുന്ന ആ ഒരു പാടശേഖരങ്ങളിലൊക്കെ ഒരു സീസൺ ആകുമ്പോഴത്തേനും ജമന്തിപ്പൂക്കൾ കൃഷി ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വരാൻ എന്നോട് പറഞ്ഞു. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ വീടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം തമിഴ്നാട്ടിലൊക്കെ കാണുന്ന വീടുകളൊക്കെ ആയിട്ട് സാമ്യം തോന്നും. പിന്നെ ഈ ഗുണ്ടൽപേട്ട് നമ്മുടെ കേരളമായിട്ടും തമിഴ്നാടായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളോടൊക്കെ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കന്നഡയാണ് മെയിനായിട്ടും. പിന്നെ ഈ തമിഴ് എല്ലാവർക്കും അറിയില്ല. പക്ഷേ തമിഴും മലയാളം കന്നഡ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കാര്യം മനസ്സിലാവും. അത് മതി തൽക്കാലം. നല്ല നീല നിറത്തിലുള്ള ആകാശം, എന്നാൽ ചെറിയ മൂടലും ഉണ്ടേ. മഴ പെയ്യോ ആവോ. ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഒരു CMI സ്കൂളാണ്, ക്രൈസ്റ്റ് CMI പബ്ലിക് സ്കൂൾ. CMI ഫാദേഴ്സ് നടത്തുന്ന സ്കൂളാണ്. ഇവർക്ക് ഈ CMI ഫാദേഴ്സിന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ ഊട്ടി മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. മൈസൂരിൽ നിന്ന് തുടങ്ങി ഗുണ്ടൽപേട്ട് ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകുന്ന മെയിൻ റോഡാണിത്. സ്കൂളിനോട് ചേർന്നായിട്ട് ഇവിടെ ഒരു പള്ളി നമുക്ക് കാണാം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ CMIക്കാരുടെ പള്ളിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സെൻറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചവറ ചർച്ച്, മാണ്ഡ്യ ഇടവകയുടെയാണ്. പള്ളിയുടെ മുന്നിലായിട്ട് പല വർണ്ണങ്ങളിൽ ബോഗൺവില്ല പൂത്ത് വെക്കുന്നതാണ് കേട്ടോ. എൻ്റെ പോലെ എന്നെ ഭംഗിയെന്ന് നോക്കി, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. ഇവിടെ ഈ ലോറി നിർത്തിയേക്കണം കണ്ടില്ലേ, ഇത് പച്ചക്കറികളൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് പോകുന്ന വണ്ടിയാണേ. ഇവിടെ ഗുണ്ടൽപേട്ടിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും RTO ചെക്ക് പോസ്റ്റൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് ഇതൊരു ജംഗ്ഷനായിരുന്നു. ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി കണ്ടില്ലേ, ബോർഡ് കണ്ടില്ലേ. കണ്ടോ, അത് സുൽത്താൻ ബത്തേരി ആ ഒരു, അതായത് നമ്മുടെ കേരളത്തിലേക്കാണ് ആ വണ്ടി പോകുന്നത് കേട്ടോ. KL രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതൊക്കെ KL വണ്ടിയാണ്. KL 9 പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. കർണാടകയുടെ ഐരാവത് കണ്ടോ. അപ്പോൾ അതേ വൈകുന്നേരം ആയതോടുകൂടി ടൗണൊക്കെ മൊത്തം ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം ടൗണിലേക്ക് ഇറങ്ങിയതുണ്ടല്ലോ, നല്ല തിരക്കും ബഹളമൊക്കെ ആയി. ഇവിടെയൊക്കെ ഒത്തിരി കടകളുണ്ട്, ഇങ്ങനെ വഴിയോര കച്ചവടങ്ങളും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. മാർക്കറ്റല്ല എന്നാൽ ഇവിടെ മാർക്കറ്റ് പോലെ തന്നെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഈ ടൗണിനുള്ളിൽ തന്നെയാണ്. റീറ്റെയിൽ മാർക്കറ്റാണ്. നമ്മളാദ്യം ഹോൾസെയിൽ മാർക്കറ്റല്ലേ കണ്ടേ. ഇവിടെ പ്രധാനമായിട്ടും പച്ചക്കറികളാണ്. അതും മെയിനായിട്ടും ഇവിടെ വിളയുന്ന ഈ ഗുണ്ടൽപേട്ടിൽ വിളയുന്ന പച്ചക്കറികളൊക്കെ തന്നെയാണ് കൂടുതലുള്ളത് കേട്ടോ. പുറത്തുനിന്ന് വരുന്നുമുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു മാർക്കറ്റൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയുള്ള കുറേ ഷോപ്പുകളുണ്ട്. എല്ലാം റീറ്റെയിൽ ഷോപ്പുകളാണ്. നിരവധി കടകൾ, ചെറിയ കടകൾ, റീറ്റെയിൽ ഷോപ്പുകൾ കാണാം. അതുപോലെ തന്നെ ഈ നഗരത്തിൽ തന്നെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ധാരാളം വീടുകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ.
ഇത് കണ്ടോ, ഇവിടുത്തെ ശർക്കര ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ക്യൂബ് ഷേപ്പിൽ കണ്ടില്ലേ, ശർക്കരയാണേ. ഇത് കണ്ടോ, അതിങ്ങനെ പാക്ക് ചെയ്തേക്കുന്ന നോക്കി, കരിമ്പിൻ്റെ ഇല, ഉണങ്ങിയ ഇല വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിവിടെ ഈ മൈസൂർ മാണ്ഡ്യയിലാണ് പ്രധാനമായിട്ടും കരിമ്പ് കൃഷി ചെയ്യുന്നത്. മാണ്ഡ്യയിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ലോക്കലിലൊക്കെ നിർമ്മിക്കുന്ന ശർക്കരകൾ കൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇത് kg ಎಷ್ಟು? 60, 50 രൂപ. ഇത് എത്ര kg ഉണ്ട്? 280. ഓക്കെ, 2.8 kg. റുപ്പി. ഓക്കെ, 280 രൂപയാണ് ഇതിന്. ഇത് എത്ര kg? 5 kg. ഓക്കെ. 5 കിലോയുടെ ഒരു കെട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ ശർക്കര നോക്കി, അതിൻ്റെ ഒരു കളറ് കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറ്. അതിൻ്റെ നടുക്ക് ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. കരിമ്പിൻ്റെ ഉണങ്ങിയ ഇല വെച്ചിട്ടാണ്, നല്ല ടൈറ്റായിട്ട്. അത് കണ്ടില്ലേ, എല്ലാം ഒരേ ഷേപ്പിലാണ്. ഓക്കെ കണ്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നതാണ് കേട്ടോ. നോക്കട്ടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കരയുടെ ടേസ്റ്റ് ആണോ എന്ന്. നല്ല ടേസ്റ്റ്. ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശർക്കരയായിട്ട് നല്ല സാമ്യമുണ്ട് അതിൻ്റെ ടേസ്റ്റിന്. വലിയ വ്യത്യാസമില്ല. പക്ഷേ എന്താ പറയുക, നമ്മളൊരു മിഠായി കഴിക്കുന്ന പോലെ. ഇതിൽ കളറ് വ്യത്യാസമുണ്ട്. ഒരു ഓറഞ്ച് കളറാണ്. കളറ് ചേർക്കുന്നതായിരിക്കുമോ? വാങ്ങിച്ചോ. ഇതാ എന്നാ വാങ്ങിച്ചോ. വേണ്ട, അവർ വാങ്ങിക്കുന്നില്ല, അവർക്ക് കൊടുക്കാൻ പറഞ്ഞ എൻ്റെ തന്നാണ് കേട്ടോ. ഇതാണ്. അപ്പോൾ ഇതാണ് കട. ഇവിടെ എല്ലാ ഐറ്റംസും, അതായത് പലചരക്ക് ഐറ്റംസൊക്കെ വിൽക്കുന്നൊരു കടയാണ്. ശർക്കരയ്ക്ക് വില കുറവാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ 5 കിലോയ്ക്ക് എത്രയാവും? കുറവാണോ കൂടുതലാണോ? എനിക്ക് അതിൻ്റെ വിലയൊന്നും കറക്റ്റ് അറിയത്തില്ല. സംഭവം എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല കേട്ടോ. അതിങ്ങനെ നമ്മൾ ഈ മിഠായി കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. ശരിക്കും ആ പിള്ളേർ ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ കൊടുത്തിട്ടത് വാങ്ങിച്ചില്ല. അതിങ്ങനെ എന്താ പറയുക, ഒരു സ്ട്രെയിഞ്ചറാണല്ലോ. അപ്പോൾ അങ്ങനെ പരിചയമില്ലാത്ത ആര് എന്ത് സാധനം കൊടുത്താലും വാങ്ങിക്കരുത്. അത് ഈ പിള്ളേരെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നതുണ്ട്. എൻ്റെ മോനോടൊക്കെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് അവരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ മതിയാക്കുവാണ്. ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് മെല്ലെ റൂമിൽ പോയിട്ട് നല്ല പോലെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് പറഞ്ഞ പോലെ തന്നെ ഗുണ്ടൽപേട്ടിൻ്റെ ഔട്ടർ സൈഡിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.